ഓഫീസർ രാജിവെക്കുക. പ്രോജക്ട് ഓഫീസർ രാജിവെക്കുക. ആനി റൊസാരിയോ നീതി പാലിക്കുക. ആനി റൊസാരിയോ നീതി പാലിക്കുക. പ്രോജക്ട് ഓഫീസർ രാജിവെക്കുക. ആനി റൊസാരിയോ നീതി പാലിക്കുക. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി വഞ്ചിച്ചവരെ ഒറ്റപ്പെടുത്തുക. ആയിട്ടില്ല, ഇതെവിടം വരെ എത്തുമെന്ന് ആനി റൊസാരിയോ നീതി പാലിക്കുക. ആനി റൊസാരിയോ രാജിവെക്കുക. എന്തായി ശ്രീധരൻ, അവരെന്ത് പറഞ്ഞു? ഞാൻ അവരോട് ഒരുപാട് പറഞ്ഞു നോക്കി, അവര് പിന്മാറും തോന്നുന്നില്ല. പോലീസിനെ വിളിക്കുന്നതാ നല്ലത്. വേണ്ട, ഞാൻ അവരോട് സംസാരിക്കാം. നിർത്തൂ, നിർത്തൂ പ്ലീസ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ തൊഴിലാളികൾക്കെതിരെ നിങ്ങൾ അയച്ച പരാതി പിൻവലിക്കണം. മത്സ്യത്തൊഴിലാളികളുടെ ഫണ്ട് നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം മിസ്റ്റർ. അർഹതയുള്ളവർക്ക് ഞാനത് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ വായ്പയ്ക്കും മണ്ണെണ്ണ പെർമിറ്റിനും വേണ്ടി നിങ്ങളുടെ നേതാവ് ദിവാകരനും കൂട്ടരും ഉണ്ടാക്കിയെടുത്ത് കടലാസ സംഘങ്ങൾക്ക് വായ്പ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായിടി, മറ്റവന്മാരുടെ കാര്യം നിനക്ക് എത്ര കിട്ടിയടി കമ്മീഷൻ? അത് തന്റെ നേതാവിന്റെ രീതി. എനിക്കതിന് വശമില്ല. നിനക്ക് വശമുള്ള വേറെ ചിലത് കയ്യിലുണ്ടല്ലോ. അങ്ങനെ സമ്പാദിച്ചതല്ലടി ഈ ജോലി. You നീ എന്താണോ പറഞ്ഞത്? നമുക്ക് രക്ഷപ്പെടുത്താൻ തുടങ്ങിയതായിരിക്കും. അതേടാ, അങ്ങനെ തന്നെയാന്ന് വെച്ചോ. ശരീരങ്ങളാ, വണ്ടി വിട പോ. ഉടനെ തന്നെ കാണുമല്ലോ. ഞങ്ങൾ ആരാണെന്ന് കാണിച്ചോ. ശരി ശരി. നിനക്കിത്ര ഗട്സ് ഉണ്ടെന്ന് കരുതിയില്ല. സിവിൽ സർവീസിന് എഴുതാമായിരുന്നു. ആനി റൊസാരിയോ IPS. കൂടുതൽ ചേരുക ആ കുപ്പായമായിരുന്നു. ഒന്നും വേണ്ട. ആഗ്രഹിച്ചിരുന്ന വേഷം ഇപ്പൊ ഇതൊന്നുമല്ല. ഒരു ഭാര്യയുടെ, വീട്ടമ്മയുടെ വേഷം. നിങ്ങളിങ്ങനെ മുണ്ടാണ്ട് കുത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാ പറയും. പറയാനൊന്നുമില്ല. നമ്മൾ കൊടുത്ത അപേക്ഷകളൊക്കെ തള്ളിക്കളഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു വായ്പാ മേല ഇവിടെ സംഘടിപ്പിക്കണ്ട. ഓലക്ക സംഘടിപ്പിക്കണ്ട. നിങ്ങൾ ഇവിടെ കുത്തിരുന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നിങ്ങൾക്ക് രണ്ടാക്കും വെറും വർത്താനം തന്നെ ഉള്ളൂന്ന്. ഇവിടെ അസംബ്ലിയിൽ പോയതോ പോയി, എന്നാലും കേന്ദ്രത്തിൽ പോയി കൂടുക. ഇത് ആരെട്ട് പോയി കൂടുന്നില്ല, ഓല കൂടത്ത് പോയി കുത്തിരിക്കുകയും ചെയ്യാ. ഇവിടെ കടപ്പുറത്ത് മീൻകാരെ തെരഞ്ഞെടുപ്പിന് അമ്മി കുമ്മായാക്കിയാലും വേണ്ടില്ല, നമ്മൾ എന്നെ കയറുന്നു പറഞ്ഞിട്ട് എന്തായി? നിങ്ങൾ വെറുതെ തൊള്ളപ്പൊട്ട് അടിക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നേടി ചെയ്യുന്നു. നാളെ രാവിലെ കടപ്പുറത്തെ കലക്ടറെ ഉദ്ഘാടിക്കാൻ പോവുക പരിപാടി. മരക്കാര് പറയുന്നതിലും കാര്യമുണ്ട് ദിവാകര. എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടെന്ന് കൂടി അങ്ങോട്ട് പറയാം. നിന്റെ കുറെ അപേക്ഷകള് അവള് തള്ളിക്കളഞ്ഞതല്ലേ. നീ ഒരു കാര്യം ചെയ്യ്. കടപ്പുറത്ത് നീ പറഞ്ഞാ കേൾക്കുന്ന കുറെ പിള്ളേരല്ലേ, അവരെ വിളിക്ക്. അവരെ മുന്നിൽ നിർത്തി ഒരു അലക്കം കണ്ടു തുടങ്ങാം. ബാക്കി ചെയ്യാൻ നമ്മുടെ വേലായുധനില്ലേ. ഫസ്റ്റ് പിന്നല്ലാണ്ട് ഓനേതാ മോൻ, അടിച്ചു പൊളിച്ചോ കൈമ തരൂലേ. കഴിഞ്ഞു. കളക്ടർ വന്നല്ലോ. പ്ലീസ് കം. പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പ്രസംഗം ചെല്ലക്കിട്ടാ പൊട്ടിച്ചത്. അവിടെ കണ്ണിക്കൂടി പാറിയത് പൊന്നിച്ച. നമ്മളോട് കളിക്കാനുള്ള പൂതി ഈ ജന്മത്തോക്കുണ്ടാവില്ല. വേലേതേട്ടാ, ഇന്ന് നല്ല ഉഷാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടി വേണമല്ലേ? ആഘോഷത്തിലായിരിക്കും അല്ലേ? എന്താ കൂടുന്നോ?
സ്ഥലം ഇത് നിയമം കണ്ടെടുക്കാൻ ശ്രമിച്ച ചവിട്ടിയാൻ എല്ലൊടിക്കും. രാവിലെ ഈ കടപ്പുറത്തെ ഇവന്മാരൊക്കെ അഴിഞ്ഞാടിയപ്പോ കാക്കിയിട്ട് ഒരുത്തനെ കണ്ടില്ല ഇവർ തടയാൻ. കുഴപ്പമുണ്ടാക്കുന്നവരെ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്ക് അറിയാം. റഹീം വേണ്ട, പോവാം. പോകുന്നതേ ഈ നക്ഷത്രങ്ങൾ പതിച്ച കാക്കിക്കുപ്പായത്തിന്റെ വിരട്ടൽ കെട്ടിട്ടൊന്നുമല്ല. മുകളിൽ ഞാൻ ബഹുമാനിക്കുന്ന ചിലരുണ്ട്. നിങ്ങളെ ഇങ്ങോട്ടയച്ച CM-ഉം PR-ഉം മറ്റും. SP അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാക്കരുതെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഇനി ഇവറ്റകൾ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം SP ബാലേന്ദ്രന് മാത്രമായിരിക്കും. അന്ന് ഞങ്ങളെ തടയാനങ്ങാൻ ശ്രമിച്ച കോളേജിലെ ഏറ്റവും മികച്ച അത്ലറ്റ് ആയിരുന്നു ഇവൻ. വീട്ടുകാരുടെ ആകെയുള്ള പ്രതീക്ഷ. ചിലപ്പോ കാല് മുറിക്കേണ്ടി വരുന്നൊരു സംശയം ഡോക്ടർ പറഞ്ഞു. അവനെ ഒന്നും അറിയിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ വിദ്യാർത്ഥികൾ എന്താ നോക്കി നിൽക്കുന്നേ? ഇന്ന് കോളേജിൽ പഠിപ്പ് മുടക്കി ടൗണിൽ ഒരു പ്രകടനം നടത്ത്. അക്രമികളെ പിടിക്കും വരെ അടഞ്ഞു കിടക്കട്ടെ കോളേജ്. ഏട്ടാ, അത് അതെ, ഈ കാര്യത്തിൽ ആദ്യം പ്രതികരിക്കേണ്ടത് വിദ്യാർത്ഥികളാ. ഞങ്ങൾ പ്രതികരിക്കാം. പക്ഷേ അത് കോളേജിൽ സമരം നടത്തി വേണോ? സണ്ണി നിങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥിയല്ലേ? അതെ, പക്ഷേ ഇതൊരു കൂട്ടം സാമൂഹ്യ ദ്രോഹികൾ രാത്രിയുടെ മറവിൽ അക്രമം കാണിച്ച സംഭവമാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി തെരുവിലിറങ്ങിയതുകൊണ്ട് അതിനൊരു പരിഹാരമാവോ? എന്റെ ഉണ്ണി, ഇത് ലോകത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾ അവരുടെ പ്രതികരണം പ്രകടിപ്പിക്കുന്നതാണ് അതിന്റെ ഒരു രീതി. എങ്കിൽ ആ രീതി ഇനിയെങ്കിലും തിരുത്തണം. അക്രമം കാണിക്കുന്നവരെ പിടിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും ഒക്കെ ഇവിടുത്തെ പോലീസല്ലേ. ഇക്കാര്യം പറഞ്ഞ് കോളേജിൽ സമരം നടത്താനൊന്നും ഞങ്ങളെ കിട്ടില്ല.